ഹലോ മൈഡിയേഴ്സ്. അപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ്, അപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളക്കരയാകെ ഇളക്കി മറിച്ച ഒരു ഭജന ടീമാണ് ശരിക്കും നന്ദഗോവിന്ദം. ശരിക്കും അവർ അങ്ങനെ ആക്കി തീർത്തതും ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. അവരുടെ കുറച്ച് പാട്ടുകൾ, അവർ പാടി എടുത്ത പാട്ടുകൾ വൈറലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ അത്രയും പേരെ, പ്രത്യേകിച്ച് നവീൻ, അതിലത്തെ പ്രധാന പാട്ടുകാരൻ നവീൻ ഒക്കെ ഭയങ്കര ആരാധകരുള്ള ഒരു ആളായി മാറി എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഈ ഒരു ഭജൻസിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിജയം എന്ന് പറയുന്നത് അവരുടെ കൂട്ടായ്മയാണ്. അത്രയും പേരുടെ ഒരു ഒത്തൊരുമയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇത് കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ ശ്രദ്ധിക്കുന്നത് ശരിക്കും ഇവരുടെ നാഗഭൂഷിത പദങ്ങളും ചടുല താളവും. അപ്പം ആ ഒരു പാട്ട് ഡാൻസ് കളിക്കാത്തതായിട്ട് ആരുമില്ല. ഈവൻ ഞാൻ പോലും ആ ഡാൻസ് കളിച്ചു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എന്നെ പറഞ്ഞ പോലെ എക്സ്പേർട്ട് ആയ ഒരു ഡാൻസറൊന്നും അല്ല, പക്ഷെ എന്നിട്ടും അതിന് ചുവട് വയ്ക്കാൻ എൻ്റെ മനസ്സും തയ്യാറായി എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ശരിക്കും നന്ദഗോവിന്ദം ഞാൻ ശരിക്കും അറിഞ്ഞു വരുന്നത്. അതിനുശേഷം പിന്നെ എനിക്ക് ഒരുപാട് എറണാകുളത്ത് എനിക്ക് ഒരുപാട് അടുപ്പമുള്ള വ്യക്തികളാണ് നമ്മുടെ നീരജ മാമും രാജേന്ദ്ര സാർ, ദർശന രാജേന്ദ്രൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ എനിക്ക് അവരെ പേഴ്സണലി ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ അവർ ഇവരുടെ ഒരു ആരാധകരാണ്. അപ്പോൾ ഇവരുടെ ഗുരുവായൂരൊക്കെ ഉണ്ടായിരുന്ന പ്രോഗ്രാമിനൊക്കെ അവർ പോയിട്ടുണ്ടായി. അതുപോലെ അപ്പോൾ ഒരു സ്റ്റാറ്റസിലൂടെയൊക്കെ ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അന്ന് മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എന്താണ് ഇവരുടെ ഒരു പാട്ട് എന്നുള്ളത് ആദ്യമായിട്ട് നമുക്കൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ സാഹചര്യം ദൈവം അനുവദിച്ചു. അതുകൊണ്ട് തന്നെ ആറ്റുകാല് വെച്ചിട്ട് എനിക്ക് അടുത്ത് തന്നെ ഇവരുടെ ഭജന കാണാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗ്രാഫിക്സ് മാത്രമല്ല, അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പാട്ടൊന്നുമല്ല, ഓരോരുത്തരും പാടി ഉണ്ടാക്കി വെച്ചേക്കുന്ന പാട്ടാണ്. പക്ഷെ പാടി ഉണ്ടാക്കിയതാണെങ്കിലും അവരുടേതായ ട്യൂണിങ്ങിൽ ആ പാട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയുന്ന രീതിയിൽ പാടി തരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളും കൂടി അതിലേക്ക് ലയിച്ച് വീണ് പോകുന്നു എന്നുള്ളതാണ്. ഇനി ഏതൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും രാധതൻ പ്രേമത്തോടാണോ എന്നുള്ള പാട്ട് ദാസേട്ടൻ്റെ ആ ഒരു സ്വരത്തിൽ കേൾക്കുന്നതിൻ്റെ സുഖം ആര് വന്നാലും ഒരിക്കലും എത്തത്തില്ല. ഞാൻ ഒരിക്കലും അതിന് പറയുന്നില്ല. കാരണം ദാസേട്ടൻ്റെ സ്വരത്തിൽ നമ്മൾ കേൾക്കുന്നത് അത് ഏറ്റവും ഹയസ്റ്റ് ആണ്. അതിന് മേലേക്ക് ആർക്കും പോകാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇവരുടെ ഗ്രാഫിക്സും ഇവർ തരുന്ന ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ട്, അത് ഹെവിയാണ് കേട്ടോ, ഭയങ്കര ഹെവിയാണ്. അപ്പോൾ അതുപോലെ ഇപ്പോഴത്തെ ഒരു റാപ്പ് പല തരത്തിലൊക്കെ ഈ പാട്ടുകൾ കൂട്ടിച്ചേർത്ത് വെച്ച് അതുപോലെ നമ്മുടെ കഴിവുള്ള കലാകാരന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാട്ടിനെ വൃത്തികെട്ട രീതിയിൽ എടുത്ത് യൂസ് ചെയ്യുന്ന ഒരുപാട് നമ്മളിത് കാണുന്നുണ്ട്, സ്റ്റേജ് ഷോകൾ കാണുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ നന്ദഗോവിന്ദൻ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. കാര്യം നമുക്ക് എങ്ങനെയായാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരത് റെഡിയാക്കുന്നത്, പാടിത്തരുന്നത്. കാര്യം ഒരാൾ അത്രയും തിരക്കുണ്ട്, 3-4 മണിക്കൂർ നിൽക്കുകയാണ്. അതും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലും പറ്റാതെ നിന്ന് തന്നെ കാണുകയാണ്. എന്നിട്ട് ഒരാൾ പോലും തിരിച്ചു പോവുകയോ അനങ്ങുകയോ ചെയ്യുന്നില്ല, അത് നിന്ന് സ്റ്റിൽ കാണുകയാണ്. ആരും തിരിച്ചു പോയിട്ടില്ല. ഇവിടെ പ്രായഭേദം, ഇനി വയസ്സായവർ, അവർക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ കാലിൻ്റെ വേദനയോ ഒന്നും പ്രശ്നമില്ല, കാലുവേദന ഒന്നും നോക്കില്ല. ഈ പാട്ടിൽ ഇവരുടെ ഈ ഗ്രാഫിക്സിലും ഇവരുടെ പാട്ടിലും ലയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്, ഒരുപാട് ഇഷ്ടമായി, ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി കേട്ടോ. ഞാൻ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.